രാവിലെ മഴ തുടങ്ങിയല്ലോ. സ്പ്രേ ഒന്നും വേണ്ട ഇപ്പൊ തൽക്കാലം. സ്പ്രേ സ്പ്രേ ഒന്നും വേണ്ടെന്ന്. എന്റെ കുഞ്ഞെ സ്പ്രേ ഇട്ടില്ല ഒന്നും പറയത്തൊന്നുമില്ല. ആര് ഈ സ്പ്രേ ഇടണമെന്നൊക്കെ പറയുന്നേ? ആര് പറഞ്ഞു സ്പ്രേ ഇല്ലാതെ പോവല്ലെന്ന്? അവിടുത്തെ സിസ്റ്റർ പറഞ്ഞോ? ഓ ഈ കൊച്ച് എടി ആലമ്പുണ്ടാക്കാതെ കുഞ്ഞേ. വാ 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 ഇങ്ങോട്ട് പോവാ. വാ നീ എന്നാ ഇനി വഴക്കുണ്ടാക്കത്തില്ലെന്നോ? ആരാ പറഞ്ഞ വഴക്കുണ്ടാക്കത്തില്ലെന്നോ? പതിയെ പോണേ. ആ വെടുക്കി ടാറ്റ. തന്നെ പോകണ്ട. ആ ഒരു ദിവസം തന്നെ പോയപ്പം ഫോൺ എടുത്തല്ലോ അല്ലേ? എന്നാ പറയാൻ വന്നേ? ആ ഓർമ്മയില്ല. എന്നാ നടത്ത ഓട് 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 ഓട്ട് ഓട്ട്. വാച്ചിടിയല ഒന്നും ഇടിയല.
ആഹാ ചെരുപ്പ് ഊരി തുറക്കാനാണെ പിന്നെ ചെരുപ്പ് മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. എൻ്റെ പൊന്നെ, ചെരുപ്പെടുത്ത് കൈ ഊരി വെച്ചിട്ടാണ് പുള്ളിക്കാരി നടക്കുന്നത്. എന്നാ സിംബ കിടന്ന് കുരയ്ക്കുന്നേ? അവര് പോയാനാണോ? എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. വലിയ കോഴി അഴിച്ചു വിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല ഇപ്പം ഇവിടെ ഹാജരായേനെ. ഇപ്പം ഇവളുമാരാണ് ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ ആളുകൾ അല്ലേ? ഇവളുമാര് ഇവന്മാര് ഉണ്ടോ? ഇവളുമാരെത്ര ഒന്നും അറിയത്തില്ല. കുറച്ച് പരിപാടികളുണ്ട്. ഒന്ന് ഏന്തിയാറ് വരെ പോകണം. ഏന്തിയാറ് പോയിട്ട് കുറേ ദിവസങ്ങളായി. എന്തുവാ, ഒന്ന് ഏന്തിയാറ് പോകണം. റേഡിയോ മലയാളം മ്യൂസിയം. അവിടെ നിന്നൊരു ഡോറും കൂടെ പിടിപ്പിച്ചാൽ ഈ വെളിയിൽ നിന്നുള്ള വരവ് അങ്ങ് ഒഴിവാക്കായിരുന്നു. ഇവിടെ മൊത്തം കുളമായി കിടക്കുകയാണ്. ഇല്ലേ വെള്ളം അതങ്ങോട്ട് ഇല്ല, മൊത്തം വെള്ളം ഇപ്പം കുറഞ്ഞതാണ്. ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും എപ്പോഴെപ്പോഴും വരേണ്ടതാണ്. എൻ്റെ പൂവ് ലാസ്റ്റ് ഒരു പൂവേലായി. ഇന്ന് താമസിച്ചല്ലോ. താമസിച്ചു ചേട്ടാ. ഇന്ന് 3 മണി വരെ ഉള്ളെന്നാ പറഞ്ഞേ. ഇന്ന് രാഷ്ട്രപതി വരുന്നതോടനുബന്ധിച്ച് സ്കൂളുകളിൽ, കോട്ടയം ജില്ലയിലെ സ്കൂളുകളിലെ പ്രവർത്തി നേരത്തെ കഴിയും. എന്നുവെച്ചാൽ 3 മണി വരെ ഉള്ളു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല ശാമ്പവിടനെ മാത്രമേ ഇട്ടിട്ടുള്ളൂ, മറ്റുള്ളതൊന്നും ഇട്ടിട്ടില്ല. പിന്നെ അന്നേരം പറയുമെന്ന് പറഞ്ഞു. അവർ ബസ്സിന് സമയം അറിയിക്കണമെന്ന് പറഞ്ഞു. അറിയിച്ചേക്കാന്ന് പറഞ്ഞു. ആര് പോവും? ഞാനൊന്നും പോകത്തൊന്നുമില്ല, ഞാനിവിടെ ഇല്ലല്ലോ. പിന്നെ പോവാൻ എന്തുവാ, ഞാനങ്ങ് അറിയിക്കും. അങ്ങനെ പുതിയതാണോ? കൊള്ളാം, സൂപ്പറാ. പഴയ ഫോട്ടോ. സംഹാരതാണ്ഡവമാടുന്ന നേരത്തെ ഈ പാട്ട്. അറിയില്ല. അത് ഞാൻ ഓർക്കുന്നുണ്ട്. പണ്ട് ടൂർ പോയതല്ലേ കോയമ്പത്തൂർ, അല്ല കൊടൈക്കനാലെങ്ങാണ്ട്. കല്യാണത്തിന് മുന്നേ ആണെന്ന് തോന്നുന്നു അല്ലേ? അതിൻ്റെ ഉണ്ട് ഫോട്ടോ. ഇതിപ്പോഴേ കാണുന്നത്. വേണ്ടേ? മുളക് എത്രയായി പഠിക്കണ്ടേ? 1 കിലോ. പോകുമ്പോൾ മേടിക്കുക, വരുമ്പോൾ മേടിക്കുക. വരുമ്പോൾ എപ്പോഴാണ് വരുന്നത് അറിയത്തില്ലോ. വരുമ്പോൾ കൊച്ചിനെ വിളിക്കണ്ടേ? നീ മുളക് മേടിച്ചോണ്ട് പോവല്ലേ? നടക്കുകയല്ല. നീ പോകുന്ന ദിവസം നീ വിളിച്ചോളാന്ന് പറഞ്ഞേ. ഒന്ന് പോകാൻ മേലായിരുന്നോ? ഞാൻ ഏന്താറ് വരെ പോകാം. കുറച്ച് ദിവസമായി പോയിട്ട്, പനിയൊക്കെ ആയതുകൊണ്ട് പോയില്ല. ഇപ്പം ഏന്താറ് വരെ ഒന്ന് പോകണം. ഇവിടെ എല്ലാം തെന്നിക്കിടക്കുന്നുണ്ടോ? തെന്നോട് പിന്നെ സൈഡിൽ കൂടെ പോകാൻ പറയാം. ഇവിടെ ഇങ്ങനെ സെൻട്രലിലും തെന്നി കിടക്കുകയാണ്. പത്തമ്പത്തഞ്ചിൻ്റെ ഉദ്യോഗസ്ഥ പോയാ ഞാൻ
കാലാവസ്ഥയും കൊണ്ട് എന്ത് മാറ്റം ഉണ്ടാവാനാ. കുറച്ച് മഴ പെയ്ത് കാണും, അല്ലാണ്ട് ഒരു മാറ്റമില്ല. ഇച്ചിരി തെളിഞ്ഞിട്ടുണ്ട്. അമ്മയുടെ കൂട്ടുകാരിയാണ്. പപ്പായെ കാണാൻ വേണ്ടി വന്ന. പപ്പായെ കാണാൻ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വരും. കാരണം എന്ന് വെച്ചാൽ ഓടി ചാടി ആരോഗ്യത്തോടെ നടന്ന ആളല്ലേ. പെട്ടെന്ന് വീണപ്പം എല്ലാവർക്കും ഒരു ഇത് അതിശയം. കാരണം പപ്പ ഹെൽത്ത് നന്നായിട്ട് നോക്കുന്ന ഒരാളാണ്. രാവിലെ 4:30 കഴിയുമ്പോൾ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ കുറേ നേരം നീളും കേട്ടോ. പ്രാർത്ഥന എന്താ, മഹാദേവനാണ് ഇഷ്ടദൈവം. മഹാദേവനെയൊക്കെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് നടക്കാനായിട്ടൊരു പോക്കിട്ട് ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കും. അതിന് മുന്നേ ഒക്കെ നടക്കാനൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പത്താം വായന, ഒരു ചായ കൂടി, കറക്റ്റ് സമയത്ത് കാപ്പി കുടിക്കും, കറക്റ്റ് സമയത്ത് ചോറുണ്ണുന്നത് എല്ലാം കറക്റ്റ് ടൈമിലാണ് കേട്ടോ. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് പപ്പ. പെട്ടെന്ന് എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. പെട്ടെന്ന് ഒന്ന് ഇങ്ങനെ കിടപ്പിലായപ്പോൾ ഒരു ഇത്, ഇത്രയും നന്നായിട്ട് ആരോഗ്യം നോക്കുന്നൊരു മനുഷ്യനല്ലായിരുന്നു എന്നാണ് ചോദിക്കുന്നത് എല്ലാവരും. അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ കാര്യം എന്താ ദൈവമേ, ആരോഗ്യം നോക്കുന്നില്ല, ഒന്നുമില്ല. ഇവിടുത്തെ കപ്പ ഇനി അത്രയും കൂടെ ഉണ്ട് കേട്ടോ. നല്ല കപ്പയായിരുന്നു. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് പുഴുങ്ങി സൂപ്പർ കപ്പ. നല്ല പെട്ടെന്ന് വേകുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. ഉരുള് പൊട്ടിയതിൻ്റെ പാടിപ്പോഴും ഉണ്ടോ എനിക്ക്? കാക്കയോ എന്താണ്? ആ ഇവിടെ ഇല്ലായിരുന്നു തോന്നുന്നല്ലോ കാക്ക. പ്രാവുണ്ടായിരുന്നു. എന്നാ ഇന്നത്തെ മഴ തുടങ്ങിയിട്ടുണ്ട്. ഷാമ്പുവിനെ എപ്പോഴാണ് ഇവിടെ നിർത്തില്ല? നിന്നെ എപ്പോഴാണ് വിട്ടെ? യെസ്, ആരാ ഇവിടെ? വാട്സാപ്പിലാ വിളിച്ചേ? ഇപ്പൊ പത്താം പറയാനോ അറിയാലോ. ഏകാലും കൂടുതലായിട്ട് അറിയാൻ പറഞ്ഞടാ. നമ്മളെല്ലാവരും കൂട്ടണം. നമ്പറായിട്ടാ ഞാൻ പോട്ടെ കേട്ടോ. ഹലോ, സാധാരണ മേടിച്ചു അല്ലാതെ വന്നിരുന്നെങ്കിൽ വാതോരാതെ
സ്കൂട്ടിയിലൊക്കെ വിളിച്ചോളാം. ഏതെന്റെയോ എൻ്റെ പാൽപത്രം സൊസൈറ്റി വരെ പോയി. ഇന്ന് കൊച്ചില്ല. കൊച്ചിൽ ഇന്ന് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഈ സംഭവം. കൊച്ചിന് വൈകുന്നേരം വരെ ക്ലാസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ വരും. വൈകുന്നേരം വെച്ചാൽ 3:30 3:45 വരെ ഉണ്ട്. അതുകൊണ്ട് അവളില്ല. പാലും മേടിച്ച് അവളെയും വിളിച്ചുകൊണ്ട് വേണം വരുവാൻ. തെളിഞ്ഞ് നിൽക്കുന്നത് ഞാൻ പോകുമ്പോൾ പെയ്യാൻ വേണ്ടി തോന്നുന്നു മഴ. വെള്ളം തെളിഞ്ഞ് നിൽക്കുന്നു. ക്യാമറ ഇന്ന് ഗ്രൗണ്ടിൽ കൂടെ വന്നാലേ ശരിയാവത്തില്ല. എന്നും ഗ്രൗണ്ടിൽ കൂടെ അല്ലേ വരുന്നത്. ഇന്നേ ബസ് വന്നല്ലേ, നേരത്തെ വരാൻ വേണ്ടി ഓടി വന്നതാ. അയ്യോ, എന്നത്തെ പോലെ ഇന്ന് ഒത്തിരി ഉണ്ട് ലഗേജ്. ബാ നമുക്ക് പഴം മേടിക്കാൻ പോകാം തക്കുൻ്റെ കടയിൽ നിന്ന്. ബാടു എന്നതാണ് ഇത്? ചുമടാ കല്ലുണ്ടല്ലേ? പഴം ഉണ്ടോ നോക്കിയാ അവിടെ? എന്നാ ഞാൻ എടുക്കുമെന്ന് ഓർത്തോ? ഞാൻ ഇന്ന് വരുന്ന ഓർത്തിട്ടാണോ നീ അങ്ങനെ വെച്ചേ? ഓടി കള്ളി. ഇന്നലെ വാഗമണ്ണ് പോയല്ലോ. ഈ ബസ് നേരത്തെ അല്ലാത്ത പൊടി വരുമ്പോൾ നിൽക്കുമ്പോഴേക്കും ബസ് വരത്തുമില്ല അല്ലേ? നേരത്തെ അല്ലേ ബസ്? ഇറക്കം കുറവാണോ? ഓ ഇത് മതി. ഓടല്ലേ ഓടല്ലേ. എക്സാം പേപ്പർ കാണിച്ചോ? എന്താ പൊന്നെ. അത് പറയാ. എന്നിട്ട് സത്യം അന്ന് നമ്മൾ നോക്കിയ ഇംഗ്ലീഷിന് എത്ര ഉണ്ട് അത് പറ. ഇംഗ്ലീഷിന് 50. 50-ലാണോന്ന്? 50 37 ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. വയ്യാഞ്ഞിട്ട് പോലും അത്ര എഴുതിയില്ലേ? ഗുഡ്. പിന്നെ ബാക്കിയൊന്നും ചോദിക്കുന്നില്ല, കുറവായിരിക്കുമല്ലോ. മലയാളത്തിന് 5. പിന്നെ വേറെ ഏതാ? ബാക്കി EVS-നോ? EVS 41/3/4. എന്നിട്ട് അത് കുറവൊന്നും അല്ലല്ലോ. പിന്നെന്താ? പിന്നെ മാത്സിന് 47. പനിയൊക്കെ വെച്ചോണ്ട് ഇത്രയൊക്കെ പഠിച്ചെഴുതിയില്ലേ? പിന്നെ ഇന്ത്യയിൽ പറഞ്ഞില്ല. വീടില്ല. വാ 4 വർഷം. അയ്യോ മടുത്തച്ച്. ഇതെന്തുവാ എൻ്റെ പൊന്നെ? ഒരു കുറഞ്ഞതൊരു 8 കിലോ എങ്കിലും കാണുമായിരിക്കും തോന്നുന്നുണ്ട് ഈ ബാഗ്. നീ 18 കിലോ, നിന്റെ ബാഗ് 8 കിലോ. എൻ്റെ പൊന്നെ, നീ ഇവിടെ ആളെ കാണാന്നപ്പോൾ നീ എന്തോ വിചാരിച്ചേ? അച്ഛമ്മ മറന്നു പോയെന്നോ? പിന്നെ ആരും വരുമെന്നോ? ഈ കുരുന്നിൻ്റെ കുരുത്തക്കേടുകളാണ് ഇതെല്ലാം. അപ്പം 9 വയസ്സാകുമ്പോൾ 9 സ്ഥലത്ത് കൊണ്ടുപോകണമെന്നാണ് അച്ഛയോട് അവൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അച്ഛൻ എന്നായെന്നറിയോ, ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഓരോ സ്റ്റോപ്പ് ഓരോ സ്ഥലം അങ്ങാക്കും. അത് നീ പറയും. കേരളത്തിനകത്തേ പറയാവുള്ളൂ. ഓ അങ്ങനെ. ഇവിടെ മൈസൂർ അല്ല കൂർഗ്. എവിടെ ആയിരുന്നു നീ? കൂർഗിൽ അവർക്ക് റിലേറ്റീവ്സ് ഉണ്ട്. എല്ലാം നശിപ്പിച്ച് പൊട്ടിച്ച്
പൊട്ടട ഇല്ല പോയില്ല. അത് ആഴെ വീണല്ലേ ഉള്ളൂ. വിട്ടോ. ബാ 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 ഡ്രസ്സ് മാറിട്ട് വാ. ഇല്ല 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 ബാ ബാ ബാ. വരുന്നില്ലേ? അതൊക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ. ഓക്കെ ശരി. ഏതാ ഒരിക്കോ? നീ ഊരി തന്നെ എന്തായാലും നീ ഇനി മൊത്തം വരും. ശാംഭവി നേരത്തെ വരുമെന്ന് പറഞ്ഞാണല്ലോ, ഇതുവരെ വിളിച്ചില്ല അവര്. പോവാ. തൂക്കുന്ന കണ്ടിട്ട് പോവാം. ഓക്കെ അപ്പോൾ സന്തോഷമായി. ഇനിയും തരാനോ? തൂക്കാനല്ലേ? ഇയാൾ തോന്നിരിക്കുന്നു. എൻ്റെ അമ്മ എന്തോ മറന്നു. ആ ആ ഇതേ ബേഴ്സേച്ചി വന്ന് പോയപ്പോൾ ഒന്ന് കുറച്ച്. വേറെ ആര് വന്നാലും കുറയ്ക്കുന്നില്ലല്ലോ. ആര് വന്നാലും കുറയ്ക്കുന്നില്ലല്ലോ. ആരാ? അമ്പലത്തിലാണോ? അതെ ആ അതെ അതെ. എന്തുവാ മറ്റേ വിളക്ക് പൂജയാണോ? വ്യാഴാഴ്ച പോവാ. വേഗം ചെല്ലണം. എന്താണെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ശാംഭവിയെ ചേട്ട വിളിച്ചുകൊടുത്തായിരിക്കും. നേരത്തെയാണ് ശാംഭവി. എന്തായാലും എന്തോ എടുക്കാൻ ഒരു മറന്നതുപോലൊരു തോന്നൽ. എന്താണ്? ഫോണെടുത്തു, ക്യാമറ കയ്യിലുണ്ട്. എന്നെടുക്കാൻ മറന്നാലും ക്യാമറ എടുക്കാൻ മറന്നെങ്കിൽ എന്നെ വീണ്ടും എൻ്റെ എല്ലോട്ട് ഇട്ട് പിടിക്കും. ഇതാണ് അമ്പലത്തിലാട്ടോ. അവിടെ ഒരു അമ്പലമുണ്ട് ആ ഭാഗത്ത്. ഈ ആ മലയുടെ ഒരു എവിടെയാ സൈഡിൽ പറയാണ്ട് ഇത് കയറിപ്പോണ്ടാകും. അവിടെ ഒരു മുരുകക്ഷേത്രമുണ്ട്. ഇവിടെ നിന്ന് കാണാം. കണ്ടോ? അവിടെ എനിക്ക് കാണാം. വ്യാഴാഴ്ച വിളക്ക് പൂജയുണ്ട്. പണ്ടങ്ങാട് ഞാൻ അവിടെ നിന്ന് പോയതാണ്. മഞ്ഞൊക്കെ മൂടി. എന്നാ നിനക്ക് മാത്രമേ ഉള്ളൂ നേരത്തെ? നമുക്ക് നേരത്തെ ഇന്ന് ഇത് വിളിക്കുന്നു. ആരാ അത്? നോക്കിയേ. ആരാ? ആരോ ഫോൺ വിളിക്കുന്നുണ്ട്. ആരേ? ആ
ശാംഭവിയെ വിളിക്കാൻ പോവാണ്. ചെറിയ ചാറ്റമഴയുണ്ട്. നേരത്തെയാ. ഉണ്ട്. ഞാൻ അപ്പുറത്തെ സൈഡിലേ. വാ ഇറങ്ങിയോ? ആ ഇന്ന് നേരത്തെ ആയതുകൊണ്ട് അവർ പ്രതീക്ഷയിലായിരിക്കും അല്ലേ? ആ കുട്ടികളാണ്. ശരി അവിടെ നോക്കി. ആ ഓക്കെ. പോവാതെ എനിക്ക് നോക്കട്ടെ ഒരു മിനിറ്റ്. ഇതാണോ വണ്ടി? വണ്ടിയാ? വീട്ടിൽ കൊണ്ടുപോയി ശരിയാക്കാം നമുക്ക്. പോ നീ നടക്ക്. ശരി ആ ഇപ്പൊ ഒന്നും തരാൻ പറ്റില്ല. ശരി കയറാം. മേളിൽ പോട്ടെ എന്നാ കയറ്റം കയറി പോട്ടെ. പോ ഇവിടെ ഇപ്പൊ നന്നാക്കണം. പോ കേറി പോടി. ഇതുണ്ടോ ഞാൻ ഈ അവസ്ഥ നിൽക്കുക. ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കുക. പൊക്കെ 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 പൊക്കെ. ആ വീട്ടിൽ കൊണ്ടുപോകാനാണ് ഞാൻ പറഞ്ഞത്. അത് നീ നടക്കണ്ടേ? ഒന്നാമത് ചെറിയ മഴയുണ്ട്. നാരായണി ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് അവൾ വരത്തില്ലെന്ന്. പോ. പതിനാലാകുമ്പം 14 കിലോ. പൊടി പൊടി പോ. ശരി പോ പോ പോ. ആ നീ വിട്ടു പോ. പോ പോ പോ. ആ മടുക്കണമെങ്കിൽ നടക്ക്. അപ്പം മടുക്കും. എനിക്ക് മടുക്കും. നീ ഇവിടെ ആടി നിന്നാ ഞാൻ മടുക്കും. ഞാൻ കയറിപ്പോട്ടെ. ഇപ്പൊ കളിക്കണോ? വീട്ടിൽ ചെന്നിട്ട് നമുക്ക് നോക്കാം. എന്നാലും നാരായണിയെ വിളിച്ചിട്ട് ഇവിടെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അവൾ വരാൻ പറ്റിയതെന്ന്. അതാ നാരായണയുടെ സ്വഭാവം. എന്നാ ബാ എൻ്റെ 14 കിലോ ഉണ്ട്. ആ പാട്ട് പോടി. കാരണം കാറിക്കോ പൊക്കെ പോയിട്ട് കാറിക്കോ. ഹലോ പോ. സലാം പണ്ടല്ലേ? പുതിയൊന്നുമല്ല, പഴയതാ. പഴയതാണ്. ഈ ആക്രിക്കടേന്ന്. പോ പോ പോ. ഡേ പോ പോ പോ. ഇതിനെന്നാ 300 രൂപ? നല്ലതല്ല. ശരി നോക്കണം. എന്നാന്ന് ശരിയാക്കി എടുക്കണം.
ജയമ്മ ഇല്ലടി അവിടെ, നാരായണി മാത്രമേ ഉള്ളൂ. ജയ ഏന്താറിന് പോയി, ഏന്താറ് പോയി. നീ പോ, കയറിപ്പോ. തുറക്കോ നീ? മാറി, ഞാൻ തുറക്കാം. മാറ. ആ ടി വി അങ്ങ് ഓഫ് ചെയ്തേടി. നിനക്ക് താഴോട്ട് ഇറങ്ങി വരാൻ പറ്റത്തില്ലോ. ആ ടി വി അങ്ങ് ഓഫ് ചെയ്തേ. ടി വിയും കാണണ്ട നീ. ആ അതേ ഇപ്പോൾ ഓടത്തില്ല. അത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ശരിയാകുമെങ്കിൽ ശരിയാക്കിയെടുക്കാം. അടിപൊളി. മാനം തെളിഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാം മഴക്കാറുണ്ട്. അടുത്ത് സമയം 6:02. ശാംഭവി വിസത്തിൽ വരുന്ന സമയം ഇതാണേ. പക്ഷേ അവൾ ഇന്ന് നേരത്തെ വന്നതുകൊണ്ട് എനിക്ക് വിളിക്കേണ്ടി വന്നില്ല. ചേട്ടാ അവളെ വിളിച്ചോളാം. നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ചു കേട്ടോ. പുള്ളി ഇവിടെ കാണുന്നില്ല. അദ്ദേഹം പോയി. ഇപ്പോൾ രാവിലെ വരും. ഇപ്പോൾ ഈ കയറ്റം കയറി കഴിയുമ്പോൾ ഉണ്ടല്ലോ ശ്വാസം മുട്ടുന്നു. കാര്യം ഇതിപ്പം നിത്യത്തൊഴിൽ അഭ്യാസം എന്ന പോലെ ആണ്. പക്ഷെ എന്നാലും ഒരു 2 കയറ്റമുണ്ട്. ആ 2 കയറ്റം അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഇനി അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊരു കയറ്റമുണ്ട്. ആ കയറ്റം കൂടെ കഴിയുമ്പോൾ ഏകദേശം തീർന്നു കിട്ടും. ആ വീട് ഡോക്ടറുടെ വീടാണ്. പപ്പായെ അവിടുത്തെ ഹോസ്പിറ്റലിൽ നോക്കിയ ഡോക്ടറുടെ വീടാണത്. പപ്പ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നല്ലോ. അപ്പോൾ ഈ ഡോക്ടറാണ്, ആ വീട്ടിലെ ഡോക്ടറാണ് നോക്കിയത്. മാത്യു ഡോക്ടർ. ഈ സ്ഥലമെല്ലാം അദ്ദേഹത്തിൻ്റെയാണ്. വിളക്ക് എത്തിക്കാൻ തുടങ്ങി വീട്ടിലെല്ലാവരും. 5 വീട്ടിലതിന് മുന്നേ വിളക്കെത്തിച്ച് ഗൂഗിൾ പറഞ്ഞു. ഞാൻ അവിടുത്തെ എന്നെ കണ്ട് കാണുകയില്ലെന്ന്. ഞാൻ ഇതിലേക്കൂടെ പൊമ്പിപ്പോയെന്ന് പറഞ്ഞാലും അവനെന്നെ കണ്ടുപിടിക്കും. ഇപ്പം അവരറിയും ഞാൻ വരുന്നുണ്ടെന്നേ. ഇപ്പം ക്യാമറയായിട്ട് മറ്റേ ഗേറ്റിൻ്റെ അവിടെ വരും. പറഞ്ഞില്ലേ ഇവിടെ ആൾ നിൽപ്പുണ്ട്. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഇല്ല ഇവിടെ. വെറുതെ ആശിച്ചു. ഞാൻ വിചാരിച്ച എന്നെ നോക്കി എല്ലാവരും ഇവിടെ നിൽപ്പുണ്ടായിരിക്കുമെന്ന്. ഒരു മനുഷ്യൻ്റെ കുഞ്ഞു പോലുമില്ല. നോക്ക. അതേ വരുന്നു. നേരത്തെ അല്ലേ? ഇച്ചിരി താമസിക്കണം ഞാൻ വിചാരിച്ചായിരുന്നേ. പിന്നെ ഇരുട്ടുമ്പോൾ പിന്നെ ലൈറ്റ് ടോർച്ചിൻ്റെ ഫോണിൻ്റെ ലൈറ്റും ക്യാമറ എല്ലാം കൂടെ എന്നെക്കൊണ്ട് പറ്റില്ലല്ലോ എന്നോർത്ത് മാത്രം ഞാൻ നേരത്തെ വന്നതാ. ഇതന്നെ കോഴിക്കറ്റ് ഇതുപോലെ നടന്ന മറ്റേ വലിയ കല്ലെടുക്കുന്നവരാണല്ലോ. വണ്ടി അടിച്ചു പോയത്. അതിൻ്റെ ബാറ്ററി
ചാർജില്ല. വെച്ചേക്കോ. അപ്പോൾ ഇതിന് ഇതെല്ലാം അങ്ങോട്ട് വെക്കാനുള്ളല്ലോ. നീ ഇവിടെ നിന്ന് പറമ്പിൽ. ഇത് നാരായണി എന്നോട് കാശ് കൊടുത്തിട്ട് മേടിച്ചോണ്ട് ഓ അവള് അയ്യോ കാറ് നിനക്ക് ഫോട്ടോ ഇട്ടൊന്നും കണ്ടില്ലേ നീ? അതൊക്കെ കണ്ട്. അതല്ല ഞാൻ ചോദിച്ചത് എന്താണെന്ന്. എന്റെ ഭഗവതിയെ കാറ്. ഇത് ആഗ്രഹിക്കാതെ കിടന്നാ. അയ്യോ ആണോ? അവള് കാശ് കൊടുത്ത് സാധനമൊക്കെ മേടിക്കാൻ തുടങ്ങിയല്ലേ. അപ്പം എൻ്റെ കടലയുടെ കാശിങ് തന്നെ ഞാൻ കുറച്ച് മുമ്പ് വറുത്ത് തന്നെ. അഴുക്കായല്ലോ. അഴുക്കാക്കിയതായിരിക്കും. അഴുക്കായൊന്നുമല്ല, പൊടിയൊക്കെ കിടക്കുന്നതല്ലേ. കൊച്ചവിടെ കയറിയിരുന്ന അപ്പം ഞാൻ സീറ്റൊക്കെ ഞാനിപ്പോൾ അഴിച്ച് അതിൻ്റെ ബാറ്ററി എടുത്തു. ഇതാ ബാറ്ററി. ബാറ്ററി ചാർജില്ല. അതിന് വേറെ വല്ല കംപ്ലൈൻറ്റും ഉണ്ടോ എന്ന് നോക്കണം. എന്റെ ദൈവമേ. പണ്ട് നാരായണിക്ക് ഇത് കൊണ്ടുവരാൻ മേടിക്കാൻ വേണ്ടി ഓർക്കുന്നുണ്ടല്ലോ. ഇച്ചുവിന് മേടിച്ചപ്പോ നാരായണി താഴത്തെ അവർ പറഞ്ഞ കേട്ടോ, അവർക്ക് അവരുടെ അവിടെ നിന്ന് ഇവിടെ ഒരു കൊച്ചിനുണ്ടായിരുന്നെന്ന് 40,000 രൂപ കൊടുത്ത് മേടിച്ചാണ് കുറേ കാലം മുമ്പ്. ഇതെന്നെ ശാംഭവി മുളക് പൊടിയാ. മുളക് പൊടി നാരായണന്റെ ഇരിപ്പുണ്ട്. എന്ത് കവട അവള് കൊടുക്കല്ലേ? അവള് കൊടുക്കല്ല, അവള് വേറെ വെച്ച തരില്ലേ? പിന്നെ നീ ഇതെന്തേ